ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹരിയുടെ വീടാണ്. ഹരി തൻ്റെ മകൾ കല്യാണിയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതും സ്കൂളിൽ പോകാൻ ഒരുക്കുന്നതുമൊക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സുജാതയുടെ വീടാണ്. ജ്യോതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ആദി സോക്സ് ഇട്ട് തരാൻ പറയുമ്പോൾ ജ്യോതി ആദിയെ തള്ളി താഴേക്കിടുന്നു. എന്താ നിത്യാമ്മേ, ജ്യോതിക്ക് എന്നോട് എപ്പോഴും ഇത്രയ്ക്ക് ദേഷ്യമെന്ന് ആദി ചോദിക്കുമ്പോൾ അത് ഇഷ്ടക്കൂടുതൽ കൊണ്ട് മോനെ എന്ന് നിത്യ പറയുന്നു. തുടർന്ന് ആദി പോയതിനു ശേഷം ജ്യോതിയോട് നിത്യ പറയുകയാണ്, നീ എന്തിനാ മോളെ അവനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അവനൊരു പാവമല്ലേ? എനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല ചേച്ചി, പക്ഷേ അവൻ എൻ്റെ അടുത്ത് വരുന്ന ഓരോ നിമിഷവും അന്ന് എനിക്ക് പറ്റിയ ചതിയെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജ്യോതി പൊട്ടിക്കരയുമ്പോൾ ജ്യോതിയെ സമാധാനിപ്പിക്കുകയാണ് നിത്യ. അതേസമയം ഈ കാഴ്ച കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് സുജാത. പിന്നീട് കാണിക്കുന്നത് രണ്ട് സ്ത്രീകൾ അവരുടെ വീട്ടിലേക്ക് വരുന്നതാണ്. ഇത് കാണുന്ന നിത്യയും സുജാതയും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർ പറയുകയാണ്, അത് പിന്നെ ഇവിടെ അടുത്തൊരു ഐശ്വര്യ പൂജ നടക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പൂജ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, തിരുമേനി അതും ചെയ്യുമെന്ന് പറയുമ്പോൾ നിത്യ പറയുകയാണ്, ഞങ്ങൾക്കും ഒരു പ്രത്യേക പൂജ ചെയ്യാനുണ്ട്. ഇത് കേൾക്കുന്ന അവർ താരത്തിൽ നിന്നും കുങ്കുമമെടുത്ത് നിത്യയുടെയും സുജാതയുടെയും നെറ്റിയിൽ തൊട്ടു കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അകത്തേക്ക് ചെല്ലുന്ന നിത്യ തൻ്റെ മുഖത്തെ കുങ്കുമത്തിലേക്ക് നോക്കുന്നതാണ്. ജീവൻ തന്നെ താലി കെട്ടിയ നിമിഷത്തെക്കുറിച്ചും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമൊക്കെ തന്നെ നിത്യ ഓർക്കുന്നു. തുടർന്ന് നിത്യ തൻ്റെ സാരി വെച്ച് ആ കുങ്കുമം തുടയ്ക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന സുജാത നിത്യയെ തടയുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ജ്യോതിയെ അവളുടെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് നിത്യ പറയുമ്പോൾ സുജാതയും അതിന് ശരിയെന്ന് മൂളുകയാണ്. അതേസമയം ആദി നിത്യയ്ക്ക് കൊണ്ടുവന്ന് ബാഗ് കൊടുക്കുമ്പോൾ നിത്യ പറയുകയാണ്, അമ്മ ഇന്നിവനെ സ്കൂൾ ആക്കിയേക്കണം, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ആദി നിത്യയുടെ നെറ്റിയിലെ പൊട്ട് ശ്രദ്ധിക്കുന്നത്. നിത്യാമ്മ പൊട്ട് വെച്ചല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറഞ്ഞ് ആദി സുജാതയുമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീടാണ്. കല്യാണിക്ക് ആഹാരം വാരി കൊടുക്കുകയാണ് ഹരി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇറങ്ങാൻ നേരം മാട്രിമോണി വരെ ഒന്ന് ചെല്ലാനായി പറയുകയാണ് അമ്മാവൻ എന്താ ഞാൻ പോകുന്നൊന്നുമില്ലെന്ന് ഹരി പറയുമ്പോൾ കല്യാണി പറയുകയാണ്, മിസ്റ്റർ രാമകൃഷ്ണൻ, എൻ്റെ അച്ഛന് കല്യാണം വേണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നത്? നീയാണ് ഇവനെ വഷളാക്കുന്നതെന്ന് പറഞ്ഞ് കല്യാണിയുടെ ചെവിയിൽ പിടിക്കുകയാണ് രാമകൃഷ്ണൻ. അങ്ങനെ രാമകൃഷ്ണനോട് യാത്ര പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കുന്ന ജീവനെയാണ്. തുടർന്ന് സിസ്റ്റർ ചോദിക്കുകയാണ്, ഇത്ര വർഷമായിട്ടും ഇയാളുടെ നിലയിൽ മാറ്റമൊന്നുമില്ലല്ലോ, ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ഡോക്ടർ? അതൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കല്യാണിയെയും ഹരിയെയുമാണ്. വഴിയിൽ വെച്ച് അയ്യോ അച്ഛാ, ഞാനൊരു കാര്യമെടുക്കാൻ മറന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കല്യാണി വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. അങ്ങനെ കല്യാണി തൻ്റെ ബാഗിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലെ പോകുന്ന ഒരു കാറ് അവരുടെ ദേഹത്തെല്ലാം വെള്ളം തെറിപ്പിച്ച് പോവുകയാണ്. അച്ഛാ, ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് കല്യാണിയും ഹരിയും ആ കാറിന് പിന്നാലെ ചെല്ലുകയാണ്. അങ്ങനെ കാറിനെ റേസ് ചെയ്ത് അവർ കാറിൻ്റെ മുന്നിലെത്തി വണ്ടി നിർത്തി ഹരി നേരെ ഇറങ്ങി ചെല്ലുകയാണ്. ഇന്നിവിടെ എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് കല്യാണി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.